വെറുതെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് കാണിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങണം. അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയം ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ചിലവഴിച്ചതുകൊണ്ട് യു വോണ്ട് മേക്ക് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞങ്ങളൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, എന്നിട്ടും നല്ലൊരു സ്റ്റേബിൾ ജോലിയില്ല, സാലറി ഇല്ല എന്നൊക്കെ. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്കില്ലാണ് ജോലിയുടെ ആധാരമെന്ന്. ഈ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹായ് ഗൈസ്, ഇത് ഒരു അധ്യാപകൻ്റെ മോട്ടിവേഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. പകരം ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഫ്രണ്ട് നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങളായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ഈ വീഡിയോയിൽ ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഫേക്ക് മോട്ടിവേഷൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സം ബ്രൂട്ടൽ റിയാലിറ്റീസ്. ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. മക്കളെ, 10th +1 ഒക്കെ പഠിക്കുന്ന ഏതൊരു കുട്ടിയും ചിന്തിച്ചേക്കാവുന്ന ഒരു കാര്യമുണ്ട്. ടീച്ചേഴ്സ് പറയുന്നു നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ. എന്തിനാണ് ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു സമയത്ത് പഠിക്കുന്നത്? ഈ സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ട് എന്ത് ചേഞ്ചാണ് ലൈഫിൽ വരാൻ പോകുന്നതെന്ന്? ഈ സമയത്ത് തന്നെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും പലരും പറയുന്നത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞങ്ങളൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, എന്നിട്ടും നല്ലൊരു സ്റ്റേബിൾ ജോലിയില്ല, സാലറി ഇല്ല എന്നൊക്കെ. മക്കളെ, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ നമുക്കറിയുന്ന ആളുകളൊക്കെ ഉണ്ടാകും ഒരുപാട് പഠിച്ചിട്ടും ജോലിയോ നല്ലൊരു സാലറിയോ നല്ലൊരു ജീവിത ചുറ്റുപാടോ ഇല്ലാതെ ജീവിക്കുന്നവർ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പഠിച്ചിട്ടും പലർക്കും ജോലി കിട്ടാത്തത്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള നഗ്ന യാഥാർത്ഥ്യമുള്ളത്. ഈ ലോകം എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീഷൻ നിറഞ്ഞതാണ്. ഇവിടെ എല്ലാത്തിനും കോമ്പറ്റീഷനാണ്. നിങ്ങൾ ഇനിയുള്ളൊരു കാലത്ത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് PG ഉണ്ട്, നിങ്ങൾക്ക് B.Ed ഉണ്ട്, നിങ്ങൾക്ക് M.Ed ഉണ്ട്, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ എന്നതല്ല ഇനിയുള്ള ചോദ്യം, നിങ്ങൾ എവിടെ നിന്ന് ഡിഗ്രി പഠിച്ചു എന്നതാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്കില്ലാണ് ജോലിയുടെ ആധാരമെന്ന്. ഈ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തു നിന്ന് പറിച്ചെടുക്കുന്നതാണോ സ്കില്ല്? പ്രിയപ്പെട്ടവരെ, നല്ലൊരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടോ. സ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ ഇടപഴകുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുക്കുന്നതാണ്. ആ സ്കില്ല് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ടോപ്പ് നോച്ച് ആളുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിച്ചിറങ്ങുക എന്നത് മാത്രമാണ് പോംവഴി. നോക്കൂ, നമ്മുടെ നാട്ടിൽ B.Tech കഴിഞ്ഞിറങ്ങി പലരും ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. ഏതെങ്കിലും IIT-നെ നിങ്ങൾ ജോലിയില്ലാതെ കണ്ടിട്ടുണ്ടോ? IIT-യിൽ നിന്ന് പഠിക്കുന്നതും B.Tech ആണ്, നാട്ടിലെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിക്കുന്നതും B.Tech ആണ്. IIT-യിൽ നിന്ന് നിങ്ങൾ B.Tech കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി 2 ലക്ഷം മുതൽ 10ഉം 15ഉം ലക്ഷമാണെങ്കിൽ സാധാരണ നാട്ടിലെ ഒരു ലോക്കൽ ക്യാമ്പസിൽ നിന്ന് B.Tech കഴിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്ക് മാസം 15,000 പോലും തികച്ച് കിട്ടില്ല. മാസം 15,000-ൽ താഴെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സിനെ എനിക്ക് നേരിട്ടറിയാം, ഞാനിരിക്കുന്ന ഇടങ്ങളിലടക്കം. അതുപോലെ തന്നെയാണ് നിങ്ങൾ MBA പഠിച്ചു. നിങ്ങൾ MBA പഠിക്കുന്നത് IIM-ൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളായിരിക്കും സാലറി. അതേ MBA നിങ്ങൾ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണ ക്യാമ്പസിലാണ് പഠിച്ചിറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ സാലറി 10,000-ങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 10,000 ആയിരിക്കാം. നോക്കൂ, എന്തുകൊണ്ടാണ് IIT-യിൽ പഠിച്ച B.Tech-കാരന് ഉയർന്ന സാലറിയും സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ B.Tech-കാരന് ചെറിയ സാലറിയും കിട്ടുന്നത്? എന്തുകൊണ്ടാണ് IITians അത്രയും വലിയ സാലറിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്? കാരണം അവിടെ അത്രയും വലിയ എക്സ്പോഷേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്ഥലങ്ങളാണ്. മികച്ച കലാലയങ്ങൾ നിങ്ങളുടെ സ്കില്ല് വാർത്തെടുക്കുന്നതിൽ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കുമെന്ന് ലോകത്തിനറിയാം, ലോകത്തെ മികച്ച കമ്പനികൾക്കറിയാം, ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത ഒരു ജനറേഷനിൽ ത്രൈവ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിക്ക് ശേഷം മികച്ച കലാലയങ്ങളിലേക്ക് എത്തിപ്പെട്ടേ മതിയാകൂ. ആ മികച്ച കലാലയങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് ഡിഗ്രികളായിക്കോട്ടെ, B.Tech അല്ലെങ്കിൽ MBBS, വാട്ടെവർ നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്തോ ആയിക്കോട്ടെ, അതിലെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇടങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ, ടോപ്പ് സ്ഥലങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആരാണ് ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, ഈ ടോപ്പ് കോഴ്സുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്? നിങ്ങളുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് IIT-യിൽ
കയറാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് MBBS അഡ്മിഷൻ കിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഡിഗ്രി ക്യാമ്പസിൽ പോയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദു കോളേജിൽ പോയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളിലെ ടോപ്പ് 1%, അല്ലെങ്കിൽ ഏറ്റവും മിനിമം ടോപ്പ് 5%, എത്തിയേ മതിയാകൂ. ഏറ്റവും നന്നായി പഠിക്കുന്ന, ഹയർ സെക്കൻഡറിക്ക് ശേഷം ഏറ്റവും ഉയർന്ന മാർക്കുമായിട്ട്, ഏറ്റവും ഉയർന്ന കണ്ടന്റുമായിട്ട്, ഏറ്റവും ഉയർന്ന പഠിക്കാനുള്ള നിലവാരവുമായിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികൾ മാത്രമേ ഈ ക്യാമ്പസുകളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ളൂ. അവർ മാത്രമാണ് എത്തിച്ചേരാറ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ 80% പേരും മാസം 25,000-ൽ താഴെ രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലൊരു കുടുംബത്തിന് ബേസിക്കായി ജീവിക്കാൻ പോലും ഒരു മാസം ഈ പണം ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഏണിങ്ങും ഇല്ലാതെ, ഒരു സമ്പാദ്യവും ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഈസ് റിയലി ഹാർഡ്. ജീവിതത്തിൽ ഏതെങ്കിലും പോയിന്റിൽ കഷ്ടപ്പെടാതെ നിങ്ങൾക്കൊരു നല്ല ലൈഫിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ കഷ്ടപ്പെട്ടേ പറ്റൂ. നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ, നിങ്ങളിപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കരിയറിലേക്ക്, നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാം. ലൈഫ് ലോങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കാം. അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പഠനമോ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ നടക്കുകയാണെങ്കിൽ ഭാവി ജീവിതം മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. സോ രണ്ടിടത്തും കഷ്ടപ്പാടുണ്ട്. ലൈഫ് ലോങ് കഷ്ടപ്പെടണോ അതോ ഒരു ചെറിയ പീരീഡ് കഷ്ടപ്പെടണോ എന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. ഇനി പഠനം, ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വരുന്ന കാര്യമല്ല. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മാനസിക നിലവാരം എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ജീവിതകാലം മുഴുവൻ നമുക്ക് ആ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ, എപ്പോഴും ആക്റ്റീവായിട്ട്, എപ്പോഴും വൈബ്രൻ്റ് ആയിട്ട്, എപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മാനസികമായി എത്തിയാൽ മാത്രമേ ഈ ലോകത്ത് നമുക്കൊരു അടിപൊളി ജീവിതം സാധ്യമാവുകയുള്ളൂ. സോ അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. നിങ്ങൾ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങണം. അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയം ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ചെലവഴിച്ചതുകൊണ്ട് യു വോണ്ട് മേക്ക് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. ഒരു ലാഭവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നഷ്ടങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരുപക്ഷെ നമ്മുടെ നഷ്ടങ്ങളെ നമ്മൾ പലതിലേക്കും അട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ അതുകൊണ്ട് പഠിച്ചില്ല, ഞാൻ ഇതുകൊണ്ട് പഠിച്ചില്ല, അതുകൊണ്ട് മാർക്ക് കിട്ടിയില്ല, ഇതുകൊണ്ട് മാർക്ക് കിട്ടിയില്ല, എനിക്ക് ആ പ്രശ്നമുണ്ടായിരുന്നു, എനിക്ക് ഈ പ്രശ്നമുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ആ പ്രശ്നമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് ബെറ്റർ ആകാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം. നമ്മുടെ പഠനത്തെ പിന്നോട്ട് നയിക്കുന്ന പല കാരണങ്ങളും അവിടെ ഉണ്ടാകാം. അതിന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റണം. അതിനെതിരെ നമുക്ക് തുഴയാൻ പറ്റണം. അതിനെതിരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ലൈഫ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റണം. സോ പ്രിയപ്പെട്ട കുട്ടികളെ, പ്ലീസ് സ്റ്റാർട്ട് സ്റ്റഡിയിങ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പഠിച്ചു വരാൻ പറ്റും. അത്തരത്തിൽ ഒരു സാധ്യതയുമില്ലാത്തിടത്തുനിന്ന്, ഒരു സാമ്പത്തികമായിട്ടോ മാർക്കോ ഒന്നും ഇല്ലാതിരുന്നൊരു വളരെ ലോക്കൽ സെറ്റപ്പായിരുന്ന ഒരിടത്ത് നിന്ന് ഇവിടം വരെ കയറി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറയാൻ പറ്റും, നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മികച്ചൊരു ലൈഫിലേക്ക് എത്താൻ പറ്റും. 10ാം ക്ലാസ്സിൽ 4 A+ മാത്രം ഉണ്ടായിരുന്നത് നിന്ന് 38ാമത്തെ റാങ്ക് വാങ്ങി ഡോക്ടറായി പുറത്തിറങ്ങിയ ഒരാളാണ് ഞാൻ. എന്നെപ്പോലത്തെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെപ്പോലെ മാർക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം ഇതാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിസിപ്ലിനോട് കൂടി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നതല്ല, വെറുതെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് കാണിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. സോ പ്രിയപ്പെട്ട കുട്ടികളെ, ഇഫ് യു വാണ്ട് എ ഗുഡ് ലൈഫ്, പ്ലീസ് വർക്ക് നൗ.